പ്രവാചക കഥകളിലൂടെ ലോകമാകെ കേട്ടറിഞ്ഞ പാറക്കെട്ടുകളും കള്ളിമുൾച്ചെടികളും നിറഞ്ഞൊരു മരുഭൂമി. അങ്ങിങ്ങായി ചെറുമരുപ്പച്ചകളും വാദികളും ഒഴിച്ചു നിർത്തിയാൽ ഒട്ടും പ്രകൃതിരമണീയമല്ലാത്തൊരു നാട്. അതെ, പറഞ്ഞു വരുന്നത് ഇന്ന് ബില്യൺ ഡോളറുകളുടെ പ്രൊജക്റ്റുകളുമായി ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സൗദിയുടെ പഴയ കാലമാണ്. ഓയിൽ കണ്ടെത്തുന്നതിന് മുമ്പും സൗദി അറേബ്യയിലെ പുരാതന നഗരങ്ങൾ വ്യാപാരങ്ങൾക്ക് പേരുകേട്ട നഗരങ്ങളായിരുന്നു. പക്ഷെ സ്വർണവും പവിഴമുത്തുകളുമായിരുന്നില്ല. റോമക്കാർ ദൈവങ്ങളുടെ സുഗന്ധമെന്ന് വിളിച്ചിരുന്ന ലുബാൻ, മുറ തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു അവരുടെ വിലയേറിയ കച്ചവട ചരക്കുകൾ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്നും സൗദിയിലെ നെജ്റാൻ വഴി അൽ ഉലയും കടന്ന് മദായിന് സ്വാലിഹിലൂടെ പുരാതന രാജാക്കന്മാർ അധിവസിച്ചിരുന്ന പെട്രയിലേക്കും ഈജിപ്തിലേക്കും റോമിലേക്കും പോയിരുന്ന വ്യാപാര പാതയെ ഇൻസെൻസ് റൂട്ട് അഥവാ സുഗന്ധപാത എന്നായിരുന്നു വിളിച്ചിരുന്നത്. കച്ചവട സംഘങ്ങൾ ഒട്ടകപ്പുറത്തേറി ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുമായി പൊള്ളുന്ന വെയിലിനെയും രാത്രികാലങ്ങളിലെ അതിശൈത്യത്തെയും പതിയിരിക്കുന്ന കൊള്ളസംഘങ്ങളെയും മറികടന്ന് മരുഭൂമിയിലൂടെ സഞ്ചരിച്ചിരുന്നു. ഈ കച്ചവട സംഘങ്ങളുടെ ഓരോ വിശ്രമ കേന്ദ്രങ്ങളും വ്യാപാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കൈമാറ്റ കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. മക്ക ഈ കച്ചവട പാതയുടെ പ്രധാന കേന്ദ്രമായിരുന്നു. ശൈത്യകാലത്ത് യമനിലേക്കും വേനൽക്കാലത്ത് സിറിയയിലേക്കുമുള്ള മക്കക്കാരുടെ വ്യാപാര യാത്രകൾ റിഹിലത്തു ഷിത്ത, റിഹിലത്തു സൈഫ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മക്ക മാത്രമായിരുന്നില്ല, നെജ്റാൻ, ത്വായിഫ്, അൽ ഖുദൂ തുടങ്ങിയ നഗരങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായ വ്യാപാരങ്ങൾക്ക് പേരുകേട്ട പുരാതന നഗരങ്ങൾ തന്നെ. പേരുകേട്ട കവികളും ബുദ്ധിജീവികളും ഗോത്ര നേതാക്കളും പരസ്പരം സാഹിത്യത്തിലൂടെയും കവിതകളുടെയും പോരടിച്ചിരുന്നൊരു കാലം. മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്തേറിയുള്ള കച്ചവട സംഘങ്ങളുടെ പ്രതാപകാലം കഴിഞ്ഞു. സൗദി ഇന്ന് പുതിയ പ്രതാപകാലത്തിലേക്ക് നടക്കുകയാണ്. ടെക്നോളജിയുടെ പുതിയൊരു കാലം. വിഷൻ 2030 നിയോം പോലുള്ള മെഗാ പ്രൊജക്റ്റുകൾ, ചെങ്കടലിലെ ലക്ഷറി ടൂറിസം ഡെസ്റ്റിനേഷനായ ദ റെഡ് സീ പ്രൊജക്ട്, അൽ ഉല പോലുള്ള ചരിത്ര കേന്ദ്രങ്ങളെ ഹെറിറ്റേജ് ടൂറിസം സൈറ്റാക്കുന്ന പ്രൊജക്ട്, പുറമെ 2035 ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റിംഗ്. സൗദി ആ പഴയ പാരമ്പര്യം വീണ്ടെടുക്കുന്ന യാത്രയിലാണ്. 21ാം നൂറ്റാണ്ടിലെ വ്യാപാരത്തിൻ്റെയും ടെക്നോളജിയുടെയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുടെയും സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റുകളുടെയും പുതിയ കവാടമായി രാജ്യം പുതിയ വഴികൾ കണ്ടെത്തുകയാണ്.